നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്ന് പഞ്ചമിതിഥി വരാഹിയമ്മയുടെ ദിവസം. ഇന്നത്തെ പതിവിൽ നമ്മൾ പഞ്ചമിതിഥി ടൈമിങ്സും ഇന്ന് ചെയ്യേണ്ട ഒരു വഴിപാട്ടുമുറയുമാണ് പറയുന്നത്. ഇത് വന്നിട്ട് ഒരു രഹസ്യമുറ. കമ്പൾസറി ആയിട്ട് നിങ്ങളിത് ഈ പ്രൊസീജിയർ പടി നിങ്ങളിത് യൂസ് ചെയ്താൽ നിങ്ങൾ എന്തിനു വേണ്ടി ഈ വിഷയം ചെയ്യുന്നുവോ അതെല്ലാം അറ്റ് എ സ്ട്രെച്ചിൽ ഒറ്റ തവണയിൽ നടന്നു കിട്ടും. അത്രയ്ക്കും ഒരു പവർ ഇതിന് ഇരിക്കുന്നുണ്ട്. ഇനി പഞ്ചമിതിഥി എപ്പോ തുടങ്ങുന്നെന്ന് നോക്കാം. ടൈമിങ്സ് നോക്കിക്കോളൂ. ഇതിൽ വന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ മുറ വന്നിട്ട് ഒത്തിരി പവർഫുൾ ആയത്. അതിനായിട്ട് നിങ്ങളൊരു ടൈമിംഗ് ഫോളോ ചെയ്ത് വേണം ഈ മുറ ചെയ്യാനായിട്ട്. കറക്റ്റ് ഇത് നിങ്ങൾ ആ പ്രൊസീജിയർ ആയിട്ട് ചെയ്താല്, ഈ വഴിപാട് നിങ്ങൾ ഇത്തവണ ചെയ്താല് നെക്സ്റ്റ് പഞ്ചമിക്ക് അത് ചെയ്യേണ്ട ആവശ്യമേ നിങ്ങൾക്ക് ഇരിക്കാതെ, എന്നുവെച്ചാല് അതിനു മുമ്പേ അതിന്റെ ഫലം കിട്ടുമെന്നർത്ഥം. ശരിയാ? അതായത് ഇന്നത്തെ ഈ ഒരേ പഞ്ചമിയിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അങ്ങനെയുള്ള ഒരു വിഷയം. ഇപ്പോ പഞ്ചമിതിഥി ടൈമിങ്സ് നോക്കാം. ഇന്ന് രാവിലെ, അതായത് ഡിസംബർ 9 ചൊവ്വാഴ്ച രാവിലെ 8:41 AM തുടങ്ങി 10 ബുധനാഴ്ച രാവിലെ 7:58 AM വരെ തിഥി ഇരിക്കുന്നുണ്ട്. ഇന്നത്തെ നാള് മുഴുവനും നിങ്ങൾക്ക് പഞ്ചമിതിഥി ഉണ്ട്. ഇപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്ന വഴിപാടിന്റെ ടൈമിങ്സ് എന്താണെന്ന് ഫസ്റ്റ്ലി ഞാൻ പറയാം. ടൈമിങ് നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളുക. ഇന്ന് രാവിലെ നിങ്ങൾ 11:01 ഇത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഈ ടൈമിംഗ് വിട്ടവര് എന്ത് ചെയ്യണം വെച്ചാല് രാത്രി 11:01 സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ വീഡിയോ ലേറ്റ് ആയിട്ടാണ് കാണുന്നവരെങ്കിൽ രാത്രി ചെയ്തോളുക. ശരിയാ? ഈ ടൈമിംഗ് എന്താ വെച്ചാല് ഇത് ഏഞ്ചൽ ടൈമിങ്. ഈ ടൈമിങ്ങിൽ തന്നെ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യണം. ഒത്തിരി പവർഫുൾ ആയത്, അത് പെട്ടെന്ന് വർക്കൗട്ട് ആവുമെന്നാണ് എന്റെ ഗുരുജി എനിക്ക് പകർന്നു തന്നത്. നോർമലി നമ്മള് ദേവതയെ നേരം വരുമ്പോൾ ചെയ്യുന്നത് ഒരു വിശേഷം. കാരണം ഈ നേരത്തില് ഈ ഒരു മന്ത്രത്തിന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇന്നും വിശേഷം എന്ന രീതിക്കാണ് ഇത് പറയപ്പെടുന്നത്. ഇതിനൊരു റൂൾ ഇരിക്കുന്നുണ്ട്. ഈ വഴിപാട് നമ്മൾ ചെയ്യുമ്പോൾ നോൺ വെജ് ഭക്ഷണങ്ങളൊന്നും കഴിച്ചിട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പുലവാലായ്മ ഉള്ളവര്, പീരിയഡ്സ് ടൈമിൽ ഇരിക്കുന്നവരൊന്നും ഇത് ചെയ്യാൻ പാടില്ല. സോ നിങ്ങൾ പ്രിപ്പയർ ആയി ചെയ്തോളുക. ഈ വഴിപാടിന് ആവശ്യമുള്ള പൊരുൾകൾ എന്താച്ചാല്, അതായത് വരാഹി അമ്മനക്ക് നമ്മൾ ഇതൊരു അർച്ചന പോലെയാണ് ചെയ്യാൻ പോകുന്നത്. അതിനും ഒരു കൗണ്ട് ഇരിക്കുന്നുണ്ട്. ആ പൊരുൾ വന്നിട്ട് 111 എടുത്തോളുക. ആ പൊരുൾ എന്താച്ചാല് ചുവന്ന കളറ് അരി. ചുവന്ന കളറ് അരി വെച്ച് തന്നെ ഈ വഴിപാട് ചെയ്യണം. ചുവപ്പരി എങ്ങനെയാ ഉണ്ടാക്കേണ്ടതെന്നെല്ലാം ഓൾറെഡി ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. പച്ചരിയിൽ നമ്മൾ കുങ്കുമം നന്നായിട്ട് മിക്സ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കുക. ശരിയാ? വേറൊന്ന്, ലാസ്റ്റ് മൊമെന്റില് ഇത് നിങ്ങൾക്ക് കിട്ടിയില്ല വെച്ചാല് നിങ്ങൾ അരിക്ക് പകരമായിട്ട് മാതള അല്ലികൾ എടുക്കാവുന്നതാണ്. 111 മാതള അല്ലികൾ. ശരിയാ? എന്തിനാ ഈ ചുവപ്പരിശി വെച്ചിട്ട് ചെയ്യുന്നെന്ന് വെച്ചാല്, ഈ ചുവപ്പരിശി വന്നിട്ട് വരാഹി അമ്മനക്ക് കുരുതിപ്പൂജ ചെയ്യുന്നതിനാണ് യൂസ് ചെയ്യുന്നത്. കുരുതിപ്പൂജ ചെയ്യുന്നത് ഒത്തിരി പവർഫുൾ ആയ ഒരു വിഷയം. വരാഹി അമ്മനക്ക് ഇത് കാലമായിട്ട് ഒരു പ്രൊസീജിയർ ആയിട്ട് ഫോളോ ചെയ്ത് വരുന്നത്. അതിനൊന്ന് ഒരു ചില മുറകൾ ഇരിക്കുന്നുണ്ട്. നമുക്ക് ആ മുറകൾ വന്നിട്ട് ശരിയായിട്ട് അറിയില്ല. അതിനാല് അത് അറിയാതെ നമുക്കത് ചെയ്യാനും പാടില്ല എന്നതിനാല് ചുവന്ന അരി, മാതളം പഴം, അതിന്റെ അല്ലികള്, ഇതൊക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആ കുരുതിപ്പൂജ ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. വരാഹി അമ്മൻ വന്നിട്ട് ആ വേണ്ടുതല് നമ്മളിൽ നിന്നും എടുക്കും. ഇത് ഒരു ഐതിഹ്യമായിട്ട് നിലനിന്ന് വരുന്നത്. അതിനാലെയാണ് ഈ പ്രൊസീജിയർ ഫോളോ ചെയ്ത് ചെയ്യാനായിട്ട് ഞാൻ പറയുന്നത്.
ഇപ്പോ ചുവന്ന റൈസ് ആയാലും ശരി, അല്ല നിങ്ങൾ മാതള അല്ലികളാണ് എടുക്കുന്നതെങ്കിലും ഏതെങ്കിലും ഒന്ന് എടുത്തോളുക. ഇതിൽ വന്നിട്ട് നിങ്ങൾ നമ്പർ കൗണ്ട് ചെയ്ത് എടുത്തോളുക. ഇത് എടുത്തു വെച്ചതിന് ശേഷം വരാഹിയമ്മനോട് ശക്തിയാർന്ന ഒരു മന്ത്രം. ഈ മന്ത്രം എന്താച്ചാല് ആപത്ത് കാലത്തില് നിങ്ങൾക്ക് കൈ കൊടുക്കുന്നത്. പഞ്ചമിയിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ കാര്യസിദ്ധി നേരം പറയൂലേ, അപ്പോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വരാഹി അമ്മയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏതെല്ലാം നേരത്തിലാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അത് ഏതെല്ലാം നേരം നല്ലതായിട്ട് വരുന്നുവോ അപ്പോ എല്ലാം നിങ്ങൾക്ക് ഇത് ചൊല്ലാവുന്നതാണ്. പഞ്ചമിയില് നമുക്ക് ഉപയോഗിക്കാം, അഷ്ടമിയിൽ ഉപയോഗിക്കാം, ശനിയാഴ്ച ഉപയോഗിക്കാം, ബുധനാഴ്ച ഉപയോഗിക്കാം. ഇങ്ങനെ എപ്പോഴെല്ലാം വരാഹിയമ്മനോടെ നാളെന്ന് വരുന്നുവോ അപ്പോൾ എല്ലാം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ശരിയാ? ഇങ്ങനെ നമ്മൾ വഴിപാട് ചെയ്യുന്നത് എന്നത് ഒരു ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കൊണ്ടുതരും. എന്താച്ചാല് ഇത് പഞ്ചമിയിൽ ചെയ്താല് അടുത്ത പഞ്ചമിക്ക് ഇത് നമുക്ക് നടത്തി കാണിക്കും. അതിനു മുന്നേ തന്നെ കാര്യം നടന്നു കിട്ടും. അടുത്ത പഞ്ചമിക്ക് നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമേ വരില്ല. അതല്ല പഞ്ചമിക്ക് ചെയ്യുന്നില്ല, അഷ്ടമിക്ക് ചെയ്യുന്നുവെങ്കിൽ അടുത്ത അഷ്ടമിക്കുള്ളിൽ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് നടത്തി കാണിക്കും. ഇപ്പോ ഈ ചൊവ്വാഴ്ചയാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ചൊവ്വാഴ്ചക്കുള്ളിൽ അത് നടത്തി കാണിക്കും. ഇതേമാതിരി ഒരേ തവണ വന്നിട്ട് റിസൾട്ട് കാണിക്കുന്ന ഒരു പവർ ഇതിനിരിക്കുന്നുണ്ട്. അതിനാലെയാണ് ഇതൊരു രഹസ്യമുറ എന്ന് പറയുന്നത്. നിറയെ വിജയങ്ങളിലേക്ക് നമുക്ക് പോകുന്നതിനും അതുമാത്രമല്ല അപൂർവമായ ശക്തികൾ വന്ന് കിട്ടുന്നതിനും ആയിട്ടുള്ള ഒരു സൂക്ഷ്മ മുറയാണിത്. നമുക്ക് വന്നിട്ട് ചുവപ്പരിശിയോ ഇല്ലെങ്കിൽ പൊമഗ്രനേറ്റ് മാതള അല്ലികളോ എടുക്കാവുന്നതാണ്. 111 എണ്ണം. ശരിയാ? ഇപ്പൊ ഞാൻ വന്നിട്ട് ആ മന്ത്രം എന്താന്ന് ചൊല്ലിത്തരാം. നിങ്ങളത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ. നോക്കിക്കോളൂ. ഇതാണ് ആ മന്ത്രം. ശ്രീം കുണ്ടലിനി വക്രതുണ്ടായ ക്ലീം കുണ്ടലിനി ട്രീം കപാലിനി വരവര സ്വാഹ. ശ്രീം കുണ്ടലിനി വക്രതുണ്ടായ ക്ലീം കുണ്ടലിനി ട്രീം കപാലിനി വരവര സ്വാഹ. ട്രീം കുണ്ടലിനി വക്രതുണ്ടായ ക്ലീം കുണ്ടലിനി ട്രീം കപാലിനി വരവര സ്വാഹ. ഈ മന്ത്രം വന്നിട്ട് സിദ്ധറുകളും നിറയെ വലിയ വലിയ ആൾക്കാരും മീൻസ് മഹാന്മാർ നിറയെ പേര് ഇത് വന്നിട്ട് കുണ്ടലിനി യോഗത്തെ അടയണം എന്ന് വെച്ച് കുണ്ടലിനി ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് മെയിൻലി ഇതാണ് യൂസ് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു വിഷയവും ഇതിന് ഇരിക്കുന്നുണ്ട്. സോ ഈ മന്ത്രത്തെ നമ്മൾ വന്നിട്ട് നിറയെ വിഷയങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ അതിൽ വന്നിട്ട് അപൂർവമായ ശക്തികൾ വന്നു ചേരും. വാക്ക് ശക്തി കിട്ടും എന്ന് പറയും. അതായത് നമ്മൾ എന്ത് കരുതുന്നുവോ അത് നമുക്ക് നേടിത്തരും. അങ്ങനെയുള്ളവരൊക്കെ ഈ മന്ത്രത്തെ ഉപയോഗിക്കുന്നുണ്ട്. ബട്ട് ഓരോന്നിനും ഓരോരോ മുറ ഇരിക്കുന്നുണ്ട്. അത് മുറപ്പടി ചെയ്താല് കൃത്യമായും അതിന്റെ ഫലവും പോസിറ്റീവായിരിക്കും. ഇപ്പൊ ഈ വിഷയത്തിന് ഞാൻ പറയുന്നത് മാതിരി ആ പ്രൊസീജിയർ നിങ്ങൾ ഫോളോ ചെയ്താല് നിങ്ങൾക്ക് അത് ഒരേ തവണയിൽ ഫലിച്ചു കാണിക്കും. ശരിയാ? ഞാൻ പറഞ്ഞില്ലേ, ഈ മാതളം പഴമായാലും ശരി ചുവന്ന അരിയായാലും ശരി രണ്ടിൽ ഏതോ ഒന്ന് നിങ്ങൾ യൂസ് ചെയ്തോളുക. 111 എണ്ണം നിങ്ങൾ എണ്ണി എടുത്തോളുക. ഞാൻ പറഞ്ഞില്ലേ സമയം 11:01. ആ സമയത്തിന് നിങ്ങൾ ആ കറക്റ്റായിട്ട് ആ സമയത്തിന് സ്റ്റാർട്ട് ചെയ്താലേ മതി. ഈ ടൈമിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കോളുക. ശരിയാ? ഇപ്പോ രാവിലെ വിട്ടവരാണെങ്കിൽ നൈറ്റ് ഞാൻ പറഞ്ഞില്ലേ ടൈം 11:01 ഇത് ചെയ്തോളുക. മീൻസ് 11:01 സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് മെയിൻ ചെയ്യുന്നത്. ശരിയാ? വേറൊന്ന്, രാത്രി ഭക്ഷണം ഈ വഴിപാട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. കുറഞ്ഞത് നിങ്ങൾ ഈ വഴിപാട് ചെയ്യുന്നതിന് ഒരു 5 മണിക്കൂർ മുന്നേ ഭക്ഷണം കഴിക്കുക. അതിനുശേഷം കഴിക്കാൻ പാടില്ല. ഇപ്പൊ രാവിലെ ചെയ്യുന്നവരാണെങ്കിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം. അതല്ല ഇപ്പോ നൈറ്റ് 11:01 ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളവരാണെങ്കിൽ കുറഞ്ഞത് നിങ്ങൾ 5 മണിക്കൂറെങ്കിലും ഫാസ്റ്റിംഗ് എടുത്തോളുക. അതിനു മുന്നേ കഴിച്ചിട്ട് ചെയ്തിട്ട് എന്നതിന് ശേഷം നിങ്ങൾ കഴിച്ചോളുക. ശരിയാ? വെറും വയറ് മാതിരി, നിങ്ങളുടെ വയറ് വെറും വയറ് മാതിരി ഇരിക്കണം.
ഇതൊരു റൂളാണ്. ഈ റൂള് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഇപ്പൊ രാവിലെ മോർണിംഗ് 11:01 ചെയ്യുന്നവരാണെങ്കിൽ എം ടി സ്റ്റൊമക്കിൽ ചെയ്തോളുക. അതല്ല രാവിലെ ഭക്ഷണം കഴിച്ചു ഒന്നും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് നൈറ്റ് ചെയ്തോളുക. നൈറ്റ് 11:01 ചെയ്യുക. അതിനു മുന്നേ ഒരു 5 മണിക്കൂർ മുന്നേ ഭക്ഷണം കഴിച്ചിട്ട് അത് ബാക്കി ഫാസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ ഇരുന്നിട്ട് ചെയ്തോളുക. ശരിയാ? അപ്പോൾ എം ടി സ്റ്റൊമക്ക് മാതിരി ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പൊ കോവിലിൽ പോയി ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ധാരാളമായിട്ട് നിങ്ങൾക്ക് വരാഹിയമ്മന്റെ കോവിലിൽ പോയി ഇത് ചെയ്യാവുന്നതാണ്. എന്ത് വിഷയം നിങ്ങൾക്ക് നടക്കണമെന്ന് നിങ്ങൾ മനസ്സറിഞ്ഞ് ചോദിക്കുന്നുവോ അത് നിങ്ങൾക്ക് കൃത്യമായി നടത്തി തരും. അത് വന്നിട്ട് ഒരേ തവണ ചെയ്യുന്ന പവർ ഇതിന് ഇരിക്കുന്നതിനാലെ സോ ഇത് നന്നായിട്ട് ഫോളോ ചെയ്തോളുക. സിമ്പിൾ ആയിട്ടുള്ള വിഷയം നല്ല ഈസിയായി ഇരിക്കും. മന്ത്രം നിങ്ങൾ വന്നിട്ട് ആ കറക്റ്റ് ഞാൻ പറഞ്ഞ ടൈമിങ്ങിൽ ചൊല്ലിക്കൊള്ളുക. 111 തവണ. ഇപ്പോൾ അരിയായാലും ശരി, അതെല്ലാം മാതള അല്ലികളാണ് എടുക്കുന്നതെങ്കിൽ ഓരോ തവണ ഇത് എടുത്ത് അർച്ചന ചെയ്യുമ്പോഴും ഈ മന്ത്രം ചൊല്ലിക്കൊള്ളുക. ശരിയാ? ഇതിൽ വേറൊന്നിരിക്കുന്നത് സിറപ്പാന ഒരു വിഷയം എന്താ വെച്ചാല്, ഇതിപ്പോ നിങ്ങൾക്ക് ഈ വഴിപാട് നിങ്ങൾ ചെയ്ത് അത് സക്സസ് ആയാല് ഒരേ തടവിൽ തന്നെ അത് സക്സസ് ആവും. അത് സക്സസ് ആയാല് വരാഹി അമ്മനക്ക് ചുവന്ന പുടവ വെച്ച് നിങ്ങൾ പിന്നെ വഴിപാട് അമ്മയ്ക്ക് ചെയ്തോളുക. അമ്മയ്ക്ക് ചുവന്ന പുടവ ചാർത്തിക്കൊള്ളുക. അതെന്നത് ഒത്തിരി സിറപ്പാന ഒരു വിഷയം. നിങ്ങൾ അതും ഒരു വേണ്ടുതല വച്ചിട്ട് അമ്മനോട് പ്രേ ചെയ്തോളുക. ശരിയാ? ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള ഒരു പവർ കൊടുക്കും. അവശ്യം നിങ്ങളിത് ചെയ്ത് നോക്കിക്കോളുക. ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് പിടിച്ചിരിക്കുമെന്ന് കരുതുന്നു. പതിവ് യൂസ്ഫുൾ ആയി തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കൂടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.